പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ നടക്കുന്ന സമയത്ത് അനേകം കുടുംബങ്ങളിലിരുന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയും ആവശ്യങ്ങളിലിരിക്കുന്നവർക്ക് വേണ്ടിയും കണ്ണീരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുനീരിൽ കുതിർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നുമുണ്ട്. ഒരു കുടുംബം ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ലൂസി തോമസ് മന്നാവളത്തിൽ വീട്, അതിരമ്പുഴയിൽ നിന്ന് വരുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള അതിരമ്പുഴയിൽ നിന്ന് ഞാൻ സാക്ഷ്യപ്പെടുന്നത് എൻ്റെ മൂത്ത സഹോദരിയുടെ മോടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുണ്ടായി 1 മാസം തികഞ്ഞില്ല. കുഞ്ഞിനെ മുന്നിൽ ഊട്ടി കൊടുത്തു. എൻ്റെ മമ്മി കടലിൽ കിടക്കുന്നതിന് ശേഷം കിച്ചണിലോട്ട് ഒന്ന് പോയതിനു ശേഷം തിരിച്ചു വരും നോക്കുമ്പോൾ കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്നതും അവൻ്റെ ശരീരം മുഴുവൻ നീല നിറമായതായിട്ട് കണ്ടു. എന്താ സംഭവിച്ചെന്ന് കുഞ്ഞ് അമ്മയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഉടനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിലോട്ടാണ് കൊണ്ടുപോയത്. അവിടെ കൊണ്ട് അഡ്മിറ്റാക്കി ഏറ്റവും വലിയ ശിശുരോഗത്തിന് വരുത്തി അവർ ടെസ്റ്റ് ചെയ്തിട്ടും ഒരാഴ്ചയായിട്ടും കുഞ്ഞിന് എന്താ സംഭവിച്ചെന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കംപ്ലീറ്റ് നീല കളറായി പോയി, അനക്കവും ഇല്ല. ഒരാഴ്ച ശ്വാസം കൊണ്ട് എങ്ങനെ ഐസിയിലിട്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് കുഞ്ഞിന് അസുഖം നമുക്ക് ഡോക്ടർമാർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഒട്ടോക്കണ്ടിനുള്ളിൽ ഒരു അമേരിക്കൻ എന്നൊരു ഡോക്ടർ വന്നിരുന്നു. ആ ഡോക്ടറിനെ വലിയ ഫേമസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ആ ഡോക്ടറിനെ അവിടെ വിളിച്ചു വരുത്തി ആ ഡോക്ടർ വന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷം 2 ദിവസം കഴിഞ്ഞാണ് അദ്ദേഹത്തെ കൊച്ചിൻ്റെ രോഗം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നാലും എന്നിട്ട് ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പം ഈ കുഞ്ഞിന് അനക്കമില്ലാതായി. അപ്പോൾ ഐസിയുവിന് പുറത്ത് ഒത്തിരി എൻ്റെ 2ാമത്തെ സഹോദരിയും അവിടെ പുറത്ത് നിൽപ്പുണ്ട്. ആ ഭാഗത്തുനിന്ന് ഡോക്ടർമാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, ഇനി ഒരു പ്രതീക്ഷ, പിന്നെ ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാലേ ഉള്ളൂ എന്നവർ പുറത്ത് നിന്നവരോട് അമേരിക്കയിൽ വന്ന ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞ് ഇനി ഇത് കിട്ടില്ല, നിങ്ങൾ അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞിട്ട് അന്തിമമായിട്ട് ആ ഡോക്ടറിന് മറുപടി പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരിയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അവരെല്ലാം പുറത്തുണ്ട്. അവരുടനെ ആ ഹോസ്പിറ്റലിൽ ഒരു ചാപ്പലുണ്ട്. അവരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഉടനെ അവൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഈ ഞായറാഴ്ച ദിവസം അഭിഷേകാഗ്നി ഉണ്ട്. ഞാൻ സ്ഥിരം അഭിഷേകാഗ്നി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് 8 മണി കഴിഞ്ഞ സമയത്താണ് എൻ്റെ ഫോൺ വന്നത്. ഞായറാഴ്ച 8 മണിക്കാണ് ഫോൺ വരണത്. 8:30 അഭിഷേകാഗ്നി ഉള്ള സമയമായിരുന്നു. ഞാൻ എൻ്റെ എനിക്കൊരു മോനെ ഉള്ളു, മാതാവ് തന്നാണ് കേട്ടോ ആ മോനും എനിക്ക്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, നമുക്ക് മുട്ടുവന്ന് പ്രാർത്ഥിക്കാം, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം, തിരിച്ചു തരണേ നമുക്ക് പ്രാർത്ഥിക്കാം. മോനും ഞാനും കൂടെ ടിവിയുടെ മുമ്പിൽ അഭിഷേകാഗ്നി നടക്കുന്ന സമയത്ത് ടിവിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന സ്ക്രീനെ പിടിച്ചുകൊണ്ട് കൈ പൊക്കി നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ, നീ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു കൊടുക്കണം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട്, എൻ്റെ കുഞ്ഞിൻ്റെയും കൂടെ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് തിരിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അഭിഷേകാഗ്നി തീർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, നമ്മുടെ കുഞ്ഞിനെ ദൈവം തിരിച്ചു തരുമെന്ന് പറഞ്ഞു. എൻ്റെ മോൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരിയുടെ ഫോൺ വന്നു. കുഞ്ഞ് കരഞ്ഞു. ഡോക്ടർമാർ പുറത്ത് വന്നു പറഞ്ഞു, കുഞ്ഞ് കരഞ്ഞു. നോക്ക സഹോദരങ്ങളെ, ഒരാഴ്ചയായിട്ട് ഐസിയുവിൽ അനക്കമില്ലാതെ കിടക്കുന്ന ശ്വാസം മാത്രം. ഡോക്ടേഴ്സ് പറഞ്ഞ് ഇനി കൊച്ചിനെ തിരിച്ചു കിട്ടില്ലാന്നാണ്. അപ്പോൾ ഈ ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടെ അഭിഷേകാഗ്നി ഞായറാഴ്ച 8 മണിക്ക് ചാനൽ അഭിഷേകത്തിന്റെ പ്രോഗ്രാം കാണുമ്പോൾ ആ അഭിഷേകത്തിന്റെ പ്രോഗ്രാം മുഴുവൻ മുട്ടു അല്ലെ കമ്പനി രണ്ടുപേരും കൈ ഫുൾ ടൈം ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചു. അവനൊക്കെ TV-യിൽ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ ഫുള്ള് മുട്ട് കൊത്തുന്ന കണ്ണുനീരോടെ ക്ലാസ് കേട്ട് കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച് പ്രാർത്ഥന. ഞാൻ കൊച്ചിന്റെ വിശ്വാസം, കൊച്ചു പറഞ്ഞു മമ്മി വിഷമിക്കണ്ട അല്ലേ? അതെ, അങ്ങനെ തന്നെ പറഞ്ഞു. ദൈവഭക്തി പരിശീലിപ്പിച്ച് മക്കളെ വളർത്തിയുള്ള മെച്ചം കണ്ടോ സഹോദരൻ. എന്നിട്ടാ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ആശുപത്രി പോകണമെന്ന് ഇതാ കൊച്ചു കരഞ്ഞു, കൊച്ചു അനങ്ങാൻ തുടങ്ങി, കൊച്ചു അത്ഭുതം ചെയ്തു. ഈശോ നേരിട്ട് വന്ന് ആശുപത്രി തൊട്ട് സുഖപ്പെട്ട് അനുഭവിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ശനിയാഴ്ചകളിലും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി ലോകത്തിൽ നാനായിടങ്ങളിലിരുന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഉപവാസങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനൊരു വ്യക്തിയുടെ അനുഭവം കേട്ടു. ആ വ്യക്തി പറയുകയാണ്,
ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്. അവർ പഠിക്കുന്ന സ്ഥലത്ത് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ ആ കോളേജ് സ്റ്റുഡൻ്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അഭിഷേകാഗ്നിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ആ ഒരു ഭക്ഷണം വേണ്ടെന്ന് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അവരുടെ അമ്മ ആ കുട്ടിയോട് പറഞ്ഞു, വൈകുന്നേരം അത് തണുത്താണെങ്കിൽ വൈകുന്നേരം നിനക്ക് കഴിക്കാമല്ലോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ഒരു കാര്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞാൻ തീരുമാനമെടുത്തതാണ്, അതിൽ മാറ്റമില്ല, അന്ന് എന്ത് തന്നെ കിട്ടിയാലും ശരി ഞാനത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ത്യാഗം എടുത്ത് അനേക ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ മക്കളെ പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം കോളേജ് സ്റ്റുഡൻസ് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അനേകം കുട്ടികൾ ഇതിനുവേണ്ടി പ്രാർത്ഥനയിൽ കൈകോർത്തിട്ടുണ്ട്. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയുന്നൊരു കാരണം ദൈവമക്കളുടെ കണ്ണുനീരോടുകൂടിയുള്ള ഈ ഒരു പ്രാർത്ഥനയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവർ, വിദൂരങ്ങളിൽ നിങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർ, മരണത്തിൻ്റെ വക്കത്തെത്തി കിടക്കുന്നവർ, രക്ഷിക്കാനാവാത്ത വിധം ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം കൈവിട്ടു പോയ അവസ്ഥയിലിരിക്കുന്നവർ, മാരക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ, വിവാഹമോചനത്തിന് വക്കത്തെത്തി കിടക്കുന്നവർ, മദ്യപിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്നവർ, കുടുംബത്തിൽ എപ്പോഴും എല്ലാ വിധത്തിലും സമാധാനക്കേടുണ്ടാക്കി വിശ്വാസം നഷ്ടപ്പെട്ട് പ്രാർത്ഥനയില്ലാതെ കഠിന പാപികളായി തീർന്നിരിക്കുന്നവർ, എല്ലാ ആത്മാക്കളുടെ മേലും സ്വർഗത്തിൽ നിന്ന് കൃപ വർഷിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി, ദൈവമേ ഇത് കൃപയുടെ മണിക്കൂറാക്കണമേ, ദൈവമേ കൃപ സ്വർഗത്തിൽ നിന്ന് വർഷിക്കണമേ, അവിടെ ദാനമായി വിശ്വാസം നൽകണമേ. വിശ്വാസമില്ലാത്ത അനേകർക്ക് ഇപ്പോൾ വിശ്വാസം ഉണ്ടാകട്ടെ. കർത്താവേ, രോഗികൾ അനേകർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ കർത്താവേ, അവിടുന്ന് സ്വർഗം തുറന്ന് ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ, കൃപ വർഷിക്കണമേ, അങ്ങയുടെ സന്ദർശനം നൽകണമേ. ഇപ്പോൾ മാരക അവസ്ഥയിരിക്കുന്നവർ ഓരോ തരത്തിലുള്ള കഠിന അവസ്ഥകളിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ വിദ്യാർത്ഥിനികൾ വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവേ, പഠിക്കുമ്പോൾ ഒന്നും ഓർമ്മ കിട്ടാത്ത കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി നിറയട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പല നാളുകളായി പ്രശ്നമുണ്ടായി, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു, വിവാഹമോചന വക്കത്ത് നിന്ന കുടുംബങ്ങളിൽ നിന്ന് ആ കലഹങ്ങളും പല ഭിന്നതകളും മാറി കുടുംബങ്ങളിൽ യോജിപ്പുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദാസന്മാരുടെ കുടുംബങ്ങളിലെ തകർന്ന അവസ്ഥകളിലേക്ക് അങ്ങനെ ദിവ്യശക്തി കൊണ്ട് വ്യാപരിക്കട്ടെ. യേശുവിനെ നാമയച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ മന്ത്രവാദ ശക്തികൾ തകരട്ടെ. യേശു നാമത്തിൽ കൂടോത്തര ശക്തി തകരട്ടെ. ഈ കുടുംബങ്ങളുടെ നാശത്തിന് വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്ന അന്ധകാര പീഡകൾ യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 52 അധ്യായം 12 തിരുലിഖിതം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, നിങ്ങളുടെ ദൈവമായ കർത്താവ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻ കാവൽക്കാരൻ. ദൈവം മുമ്പിലും പുറകിലും കാവൽ നിന്ന് നടത്തുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം. ഉറപ്പായും അത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനിത് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ്റെ മനസ്സിൽ പല രംഗങ്ങളും ചിത്രങ്ങളും ഉണ്ട്. അതിലൊരു രംഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അച്ഛൻ കൂടെ കാണാറുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ പാരൻസ് വളരെ വറീഡാണ്. ദേ ആർ വെരി മച്ച് വറീഡ് അബൌട്ട് ദെയർ ചിൽഡ്രൻ. അവർക്ക് കുറച്ച് മക്കളുണ്ട്. അതിൽ ഒരു കുട്ടിയെക്കുറിച്ച് അവർ എപ്പോഴും എന്നോട് കണ്ണുനീരോടെ സങ്കടം പറയുന്നുണ്ട്. അവർ പറയണത് ഇങ്ങനെയാണ്: അച്ഛാ, ഞങ്ങൾ എന്ത് ചെയ്യും അച്ഛാ, ഇങ്ങനെ പോയാൽ ഭാവി എന്താകും അച്ഛാ? അവരുടെ പ്രശ്നം ഇതാണ്, അവരുടെ മകൻ അവരോട് മിണ്ടുന്നില്ല. അവരുടെ മകൻ അവരോട് കയ്പോടും വെറുപ്പോടും ബിറ്റർനെസ്സോടുകൂടെ പെരുമാറുകയാണ്. അവർ പ്രാർത്ഥിക്കാൻ വരില്ല. അപ്പനും അമ്മയും കുടുംബം പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഈ കുടുംബാംഗങ്ങളോടൊപ്പം മകൻ പ്രാർത്ഥിക്കാൻ വരുന്നില്ല.
മകൻ ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂടെ വരുന്നില്ല. മകൻ ഒരു കാര്യത്തിലും സഹകരിക്കില്ല. ഇവരെ കണ്ടാൽ മകൻ മിണ്ടില്ല. ഇവരെ ഒരു പ്രദേശത്ത് ആ ഭാഗത്തേക്ക് മകൻ വരില്ല. ഇവർ ഉണർന്നിരിക്കുമ്പോൾ മകൻ എഴുന്നേക്കില്ല. ഇവർ ഉറങ്ങുമ്പോൾ മകൻ എഴുന്നേറ്റിരിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള സങ്കടം ആ അമ്മയുടെ മനസ്സെ ഭാരപ്പെടുത്തുകയാണ്. അമ്മയല്ലേ, ഹൃദയം വേദനിക്കാതിരിക്കുകയോ? ആ അപ്പനും അമ്മയും സങ്കടത്തോടെ ഈ ഒരു കാര്യം ഞാൻ ആദ്യം ഒരു തവണ കണ്ടു. അപ്പോൾ ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിച്ചു, അവർ ഞാൻ പറഞ്ഞു അവരോട് ജപമാലകൾ ചൊല്ലണം, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കണം, കുമ്പസാരിക്കണം, ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ബലി പങ്കെടുക്കണം. അവർ ആ നിർദ്ദേശങ്ങളെല്ലാം കീപ്പപ്പ് ചെയ്തു. 5-6 മാസം കഴിഞ്ഞു വീണ്ടും ഞാൻ ആ കുടുംബത്തെ കണ്ടു. അപ്പോഴും ഈ കണ്ണുനീര് തന്നെ. അച്ഛാ മാറുന്നില്ല അച്ഛാ. ഞാൻ പറഞ്ഞു പോരാ, പ്രാർത്ഥന പോരാ, ഇനിയും പ്രാർത്ഥിക്കണം. അവർ പിന്നെയും പ്രാർത്ഥിച്ചു. പിന്നെ 5-6 മാസം കഴിഞ്ഞു വീണ്ടും കണ്ടു. അപ്പോഴും കണ്ണുനീരോട് ഓരോ തവണ കാണുമ്പോഴും കണ്ണുനീര് വിഷമം കൂടുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലല്ലോ അച്ഛാ, എന്ത് ചെയ്യും അച്ഛാ? ആ മകനാണെങ്കിൽ കല്യാണം കഴിക്കാനും സമ്മതിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഫ്യൂച്ചർ തന്നെ വലിയ അന്ധകാരത്തിലേക്ക് പോകുന്നത് പോലെ ഇവർക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ രണ്ടാമത്തെ മകൻ ഇതുപോലെ വളർന്നു വരികയാണ്. അപ്പോൾ ഇവർ ആകെ വറീഡാണ്. ഓരോ തവണ കാണുമ്പോഴും പരിഭ്രമം, ടെൻഷൻ, ഇതെല്ലാം ഇവർ ഗ്രസിക്കുകയാണ്. പാരൻസ് എന്ന നിലയ്ക്ക് നാച്ചുറലായിട്ട് വരുന്നൊരു വലിയ ഭാരമുണ്ടല്ലോ, അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത ചിന്തകളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പകലുകൾ ഭാരപ്പെടുന്ന അപ്പോഴെല്ലാം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് സമയമായിട്ടില്ല. ഞാൻ അവരോട് പറയുന്നുണ്ട് ഒരു സമയം വരും, ശരിയാവും. പക്ഷെ എന്നാലും ശരി, ആ നാളുകളിൽ ആ പേരൻസ് അവർ അഗ്നിയിലൂടെ എന്ന വണ്ണമാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്കറിയാതെ കുറേ നാൾ കഴിഞ്ഞു. പിന്നെ ഞാൻ 2-3 വർഷം പിന്നെ ഇങ്ങനെ പലതവണയൊക്കെ പ്രാർത്ഥിച്ചു. 2-3 വർഷം കഴിഞ്ഞ് വീണ്ടും കണ്ടു. അപ്പോൾ വളരെ സന്തോഷവും. ഞാൻ ചോദിച്ചു എന്താ ഉണ്ടായത്? പറഞ്ഞു അങ്ങനെ ആ മകൻ്റെ സ്വഭാവം മാറി. തന്നെ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ? പ്രത്യേകിച്ച് ഒന്നും ചെയ്തു. തന്നെ അവൻ പതുക്കെ മിണ്ടാൻ തുടങ്ങി. കുറച്ച് അവൻ്റെ സ്വഭാവം കുറച്ചൊക്കെ പ്രാർത്ഥനയ്ക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ധ്യാനത്തിൽ വെച്ച് ദൈവം അവനെ സ്പർശിച്ചു. അവൻ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തു കൊടുത്തു. അവൻ്റെ ഹൃദയം ആകെ തിരിഞ്ഞു, ഭയങ്കര സ്നേഹമായി. അവൻ വിവാഹത്തിന് സമ്മതിച്ചു. കുടുംബത്തിൽ വലിയ സന്തോഷമായി. അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും സജീവമായി സഹകരിക്കാൻ തുടങ്ങി. അവൻ കുടുംബത്തിൻ്റെ ഒരു വിളക്കായി അവൻ രൂപാന്തരപ്പെട്ടു. പക്ഷെ വർഷങ്ങൾ കുറേ പിടിച്ചു. 5-8 വർഷം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ 10 വർഷങ്ങൾ അല്ലെങ്കിൽ ഈ 8 വർഷങ്ങൾ ആ അപ്പൻ്റെ അമ്മയുടെയും ഹൃദയം ഒരു തീക്കടലായിരുന്നു. കാരണം ഇത് ഓർത്തോർത്ത് രാവും പകലും ഭാരപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ നോക്കുമ്പോൾ മകന് സന്തോഷം, കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ ഈ ഒരു കുടുംബത്തിൽ മാത്രമല്ല, അനവധി ആളുകളുടെ ഹൃദയം തീക്കടലാണ്. പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെടുകയും സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ആകുലപ്പെടുകയും ഉത്കണ്ഠപ്പെടുകയും ടെൻഷൻ അടിക്കുകയും വറി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, നിങ്ങൾ വേഗം ഓടുക, നിങ്ങളെ കടന്ന് പരിഭ്രമിക്കരുത്. തിടുക്കം കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ മുമ്പിൽ കാവൽ നിൽക്കാൻ ഞാനുണ്ട്. നിങ്ങളുടെ പുറകിൽ കാവൽ നിന്ന് ഞാനാണ് നിങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യെശയ്യാ 52:12 മക്കളെ ഹൃദയത്തിൽ പതിപ്പിച്ചു വെക്കണം. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട. നിങ്ങളുടെ ദൈവമായ കർത്താവ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നത്. ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അവിടുന്ന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് നടപ്പാകുന്നത് വരെ അവിടുന്ന് വിശ്രമിക്കുകയില്ല. അവിടുന്ന് അത് നടപ്പാക്കും. അവിടുത്തെ സമയമുണ്ട്, ആ സമയത്ത് അത് പൂർത്തിയാക്കും. കർത്താവിൽ വിശ്വസിക്കുക. സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായം 1-3 വരെയുള്ള വാക്യങ്ങൾ ഇത് തന്നെയല്ലേ പഠിപ്പിക്കുന്നത്. ഓരോന്നിനും ഒരു സമയമുണ്ട്. ആ വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം. ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിനും
സുനിശ്ചിതമായ ഒരു മണിക്കൂറുണ്ട്, ഒരു മിനിറ്റുണ്ട്, ഒരു സമയമുണ്ട്, ഒരു വേദിയുണ്ട്. അവിടെ വെച്ച് അത് നേരെയാകും. അവിടെ വെച്ച് കർത്താവ് നടപ്പാക്കും. അവിടെ വെച്ച് കർത്താവ് ഇടപെടും. മക്കളെ, ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കുക. മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അനിശ്ചിതാവസ്ഥ, പ്രത്യക്ഷത്തിൽ ആകെ ഇളകി മറിയുന്ന അവസ്ഥ, എല്ലാം തകർന്നു പോകുന്നത് പോലെ, എല്ലാം നഷ്ടപ്പെടുന്നത് പോലെ, ഇതുവരെ പടുത്തുയർത്തിയതും ഇതുവരെ സ്വപ്നം കണ്ടതും എല്ലാം വെള്ളത്തിലേക്ക് താന്നു പോകുന്നത് പോലെ മുന്നോട്ട് നോക്കുമ്പോൾ അനിശ്ചിതാവസ്ഥയും അവ്യക്തതയും ആയിരിക്കാം, കൂരാക്കൂരിട്ടായിരിക്കാം. എങ്കിലും അവിടെ കർത്താവ് ഉണ്ട് മക്കളെ. നിങ്ങളുടെ മുമ്പിലും നിങ്ങളുടെ പുറകിലും അവൻ കാവൽ നിന്ന് ഈ അഗ്നിയിലൂടെ, ഈ അന്ധകാരത്തിലൂടെ, ഈ പെരുവെള്ളത്തിലൂടെ നയിക്കുന്നവനാണ് അവിടുന്ന്. നുറകെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എത്ര വലുത്, മഹാപ്രബലനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിൻ്റെ നന്മ എത്ര വലുത്, സർവ നന്മ സ്വരൂപിയാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്. അവിടുത്തെ ഹൃദയം മുഴുവൻ നമ്മളെക്കുറിച്ച് തുടിക്കുകയാണ്. 48 സങ്കീർത്തനത്തിൽ 10 തിരുലിഖിതം അവിടെ പറയുകയാണ്, ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അവിടുത്തെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വലങ്കൈ. എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ഇത് കിട്ടണില്ല? ദൈവത്തിൻ്റെ ഈ നന്മ, ദൈവത്തിൻ്റെ ഈ വലിയ ശക്തി, ദൈവത്തിൻ്റെ ഈ ഒരു വലിയ ഒരു സംരക്ഷണം, ദൈവത്തിൻ്റെ ഈ വലിയൊരു നന്മ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ വിജയം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ദൈവത്തിൻ്റെ വലങ്കൈ വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ മനസ്സ് മുഖവും ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ നാം പഠിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നാം കാത്തിരിക്കാൻ പരിശീലിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച് ഉടനെ കിട്ടണം, ഇല്ലെങ്കിൽ ടെൻഷനായി. ഇന്ന് പ്രാർത്ഥിച്ച് ഉടനെ കിട്ടണം, അല്ലെങ്കിൽ വിഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു തവണ പ്രാർത്ഥിച്ചു, 6 മാസം പ്രാർത്ഥിച്ചു, 2 വർഷം പ്രാർത്ഥിച്ചു, 7 വർഷം പ്രാർത്ഥിച്ചു, കാര്യം നടന്നില്ല. നമ്മൾ വിചാരിക്കുന്നതിന് വിപരീതമായി വീണ്ടും കാര്യം വഷളാകുന്നു. ഉടനെ വിചാരിക്കുകയാണ് ഇനി ഒന്നും നടക്കില്ലായിരിക്കുമെന്ന്. ദൈവത്തിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തരുത്, ദൈവത്തിൻ്റെ ശക്തിയെ അവിശ്വസിക്കരുത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെയൊരു സംഭവം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 16 അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക. ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഈ അബ്രാഹത്തോടും കുടുംബത്തോടും കർത്താവ് ഒരു വാക്ക് നൽകിയിട്ടുണ്ട്. ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം കഴിഞ്ഞു. ഈ വാഗ്ദാനം നടപ്പാകുന്നില്ല. കർത്താവ് ഉണ്ട്, കർത്താവ് പ്രവർത്തിക്കും, കർത്താവിന് ശക്തിയുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും ശരി, ഇതൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇല്ലാത്ത പോലെ, നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സാധ്യതയില്ലാത്ത പോലെ അബ്രാഹത്തിൻ്റെ ജീവിതം മുമ്പോട്ട് നീങ്ങുകയാണ്. അങ്ങനെയുള്ളൊരു പ്രാക്ടിക്കൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൻ്റെ പച്ചയായ ആ ഒരു അനുഭവത്തിൽ നിന്നാണ് സാറായി പറയണത്. ഇനി നമ്മൾ കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്കൊരു കാര്യം ചെയ്യാം, കൃത്രിമമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കുറുക്ക് വഴി നോക്കാം എന്ന് മാനുഷികമായി ഉള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഇത് തന്നെയാണ് വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വലങ്കൈയുടെ ഇടപെടൽ കാണാനും അനുഭവിക്കാനും നമുക്ക് കഴിയാതെ പോകുന്നത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ദൈവം ഉറപ്പ് തന്നിട്ടും ഞാനും നിങ്ങളത് വിശ്വസിക്കുന്നില്ല. ഇസഹാക്കിൻ്റെ മകൻ യാക്കോബ്, അവൻ ഓടിപ്പോകുന്ന വഴിക്ക് മരുഭൂമി കടന്നുറങ്ങുന്നൊരു രംഗമുണ്ട്. അത് നമ്മൾ കാണുന്ന 28 അധ്യായത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 28 അധ്യായം. അങ്ങനെ മരുഭൂമിയിൽ കടന്ന് അവൻ ഏകാഗിയും അവൻ അനാഥനും പരിത്യക്തനുമായി കടന്ന് ഉറങ്ങുന്ന സമയത്ത് ദൈവം സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വചനം, ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഇപ്പോൾ അവൻ ആരുമില്ല,
അവൻ ഭയന്ന് സ്വജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടി മരുഭൂമിയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന രാത്രി അവൻ മരുഭൂമി കടന്നുറങ്ങുമ്പം, അവൻ ആരുമില്ലാതെ കടന്നുറങ്ങുമ്പം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് ജീവിതത്തിൻ്റെ അവ്യക്തതയിൽ ദൈവം അവനോട് പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി 28:15. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും, നിന്നെ ഈ നാട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. കർത്താവ് ഉറപ്പ് നൽകുകയാണ്. അട്ടപ്പാടിയിൽ ഒരു കുടുംബം വന്ന് പ്രാർത്ഥിച്ച അനുഭവം ഒരു ടീച്ചർ പറയുന്നുണ്ട്. എൻ്റെ പേര് ഷിജി. ഞാൻ കൊച്ചിയിലെ കുമ്പളങ്ങി സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 13 വർഷമായി എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻസ് എല്ലാം നേടി, MA BEd സെറ്റ്, ഒരു ടീച്ചറിന് വേണ്ട എല്ലാ യോഗ്യതകളും നേടി. പക്ഷെ ഞാൻ പ്രൈവറ്റ് സ്കൂളിലാണ് ഇത്രയും വർഷം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 13 വർഷമായിട്ട് എല്ലാ ക്വാളിഫിക്കേഷനും കൂടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എനിക്കൊരു നല്ലൊരു ജോലി വേണം. 3000-4000 രൂപയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടി. വീട്ടിലും പ്രശ്നം, ഈ ജോലിക്ക് പോകണ്ട, എന്തിനാ പോകുന്നതെന്നൊക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ കൂട്ടുകാരാണെങ്കിലും ജോലിക്ക് കയറി അവർ പൈസയൊക്കെ കൊടുത്ത് കയറാൻ തുടങ്ങി. 20-25 ലക്ഷമൊക്കെ കൊടുത്ത് സ്കൂളുകളിൽ കയറാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസയും ഇല്ല. അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാനിവിടെ വന്നു. 1.5 വർഷമായി ഞാനിവിടെ കണ്ടിന്യൂസ് വരാൻ തുടങ്ങി. ശാംസനോടും പറയും, വട്ടായച്ചനോടും പറയും, 13 വർഷമായി. അപ്പം അച്ഛൻ എപ്പോഴും പറയും പ്രാർത്ഥിക്കാം, തടസ്സങ്ങളുണ്ട്, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ വന്നപ്പോഴത്തേക്കും വട്ടായച്ചൻ എപ്പോഴും പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ തീർച്ചയായും പറയും, ഞാൻ അടുത്ത വരവ് ഞാൻ സാക്ഷ്യത്തിനായിരിക്കണമെന്ന് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു അവിടെ കൽക്കുരിശി ചെന്നിട്ട് നീ 9 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ 9 അല്ല 2 പ്രാവശ്യം വീണ്ടും കൂടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ഡബിളായിട്ട് അത് ചെയ്തു. 18. പിന്നെ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും നീളം മാതാവും ചൊല്ലി. അപ്പം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോട് പറയും കൽക്കുരിശ് പോയി പ്രാർത്ഥിച്ചു, 9 എന്ന് പറഞ്ഞു, അതിൻ്റെ ഇരട്ടി ചെല്ലി പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥനയുടെ സമയത്ത് സംസാരിച്ചൻ പറഞ്ഞു ജോലിക്ക് തടസ്സമുള്ള ഒരു വ്യക്തിയുടെ ജോലി തടസ്സം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചത് ഞാൻ തന്നെയാണെന്ന്. പക്ഷേ എവിടെ നിന്ന് വിളി വരും, എവിടെ ജോലി കിട്ടുമെന്നൊന്നും അപ്പോഴും അറിയില്ല. ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ ഓർക്കുന്നു, ഈ ചേച്ചി കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 2 പ്രാവശ്യം വന്നു. പിന്നെ എനിക്ക് വരുമ്പം എനിക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ലതൊരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഈശോ കൊടുക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അല്ല നമുക്കങ്ങ് നമ്മൾ ഉള്ളി പറയും ഈശോ ജോലി കിട്ടുന്നു, നല്ല കൊടുക്കുന്നുണ്ട്, നല്ല ജോലി കിട്ടും നമ്മൾ. പക്ഷേ ഇവർ പറയും അച്ഛാ പറഞ്ഞ പോലെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പെട്ടെന്ന് ഒരു സങ്കടം. പക്ഷേ ഞാനും അനിയത്തിയും വരും, 2 പേരും സെയിം പൊസിഷനാണ്, അവർക്കും കിട്ടിയിട്ടില്ല. 2 പേരും വന്ന് അച്ഛനോട് പരാതി എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഫയലിൻ്റെ പുറത്തൊരു തടസ്സം ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അഭിഷേകാഗ്നി വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും കാണും ഞങ്ങളെല്ലാവരും. അപ്പോൾ ഫാമിലി മൊത്തം ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവനും TV-യുടെ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് നല്ല ജോലി തരാൻ വേണ്ടി കർത്താവ് കുറേ വെയിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടെ കിടന്ന് വെള്ളം വെക്കരുത്, അതുകൊണ്ട് ഇങ്ങനെ പയ്യെ നിങ്ങൾ പ്രാർത്ഥന വിടാതെ മുറുകെ പിടിച്ചോളുക. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ മഹത്വപ്പെട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം തരണം, എനിക്ക് 5 പൈസ കൊടുക്കാതെ എനിക്കൊരു ജോലി തരണമെന്ന് എപ്പോഴും. ലക്ഷങ്ങൾ കൊടുത്തെങ്കിൽ നേരത്തെ കയറിപ്പോയായിരുന്നു. അതെ, അപ്പൊ നമ്മൾ പൈസേനല്ലേ പറയുള്ളൂ, ബലൂണിന് കാറ്റ് പോകുന്നല്ലോ ഷൂ എന്ന് പറഞ്ഞാവും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ 1 തീയതി സ്കൂൾ തുറക്കും. 31 വരെ പ്രാർത്ഥിക്കുകയാണ്, ദീക്ഷമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അന്ന് വരെ വിളി ഒന്നും വന്നില്ല. പക്ഷെ 30 വൈകിട്ട് ഒരു 4 മണിയായപ്പോൾ എനിക്കൊരു എയ്ഡഡ് സ്കൂളിൽ നിന്ന് വിളി വന്നു, നാളെ മാനേജറെ വന്ന് കാണണമെന്ന്. അങ്ങനെ 1 തീയതി ഞാൻ ഒരു തയ്യാറെടുപ്പ് പോലും ചെയ്യാൻ പറ്റിയില്ല. വൈകുന്നേരം നാളെ രാവിലെ വരാൻ പറഞ്ഞു. അങ്ങനെ 1 തീയതി ഞാൻ പെർമനന്റ് പോസ്റ്റിൽ ജോലിയിൽ പ്രവേശിച്ചു. ഇപ്പൊ സന്തോഷമാണോ? സന്തോഷമാണ്. ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 48-ാം അധ്യായം 10-ാം തിരുലിഖിതം. അവിടുത്തെ വലങ്കരം വിജയം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുവർത്തമാക്കാൻ വേണ്ടി ദൈവം തന്നെ പ്രവർത്തിക്കും. ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. പ്രാർത്ഥനയോടെ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു നല്ല കർഷകനെ പോലെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ദൈവം ഇടപെടും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസഹിഷ്ണുത, ടെൻഷൻ, ആകുലത,
ഇത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ ക്ഷയിപ്പിക്കും, പ്രാർത്ഥന ക്ഷയിപ്പിക്കും, പ്രാർത്ഥിക്കാൻ പറ്റാതെയാവും, ഹൃദയം വരണ്ടു പോകും, ആത്മാവിൻ്റെ ഉണർവ് നിലയ്ക്കും, നാം മന്ദതയിൽ ആണ്ടുപോകും. അങ്ങനെ വരാതിരിക്കാൻ പ്രത്യാശയുടെ വചനങ്ങളും ദൈവം നമ്മളോട് പറഞ്ഞുള്ള നിർദ്ദേശങ്ങളെയും നാം കൂടെ കൂടെ ധ്യാനിക്കണം, കൂടെ കൂടെ നമ്മൾ ചിന്തിക്കണം. തളർന്ന ആത്മാക്കളുടെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ കൃപ ഒഴുകട്ടെ. ഓ ദൈവമേ, അനുഗ്രഹത്തിൻ്റെ നദി ഇപ്പോൾ പൊട്ടി പുറപ്പെടട്ടെ. എല്ലാ ഹൃദയങ്ങളെയും അത് കുതിർക്കട്ടെ കർത്താവേ. വിണ്ടുണങ്ങിയ മാനസങ്ങളുടെ മേൽ ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ നദി ഒഴുകട്ടെ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെയും കുതിർക്കണമേ, എല്ലാ മനസ്സുകളെയും ആശ്വസിപ്പിക്കണമേ, എല്ലാ കുടുംബങ്ങളെയും അഭിഷേകം ചെയ്യണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. മടുത്ത ഹൃദയങ്ങൾ ഉണരട്ടെ, എല്ലാ അന്ധകാരങ്ങളും നീങ്ങട്ടെ, പിശാചിന്റെ കൗശലങ്ങൾ തകരട്ടെ, കർത്താവിന്റെ അഭിഷേകം നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നാളുകളായി പ്രാർത്ഥിച്ചു, നാളുകളായി ദൈവത്തെ അന്വേഷിച്ചു, പിന്മാറിപ്പോയി, പിന്മാറ്റത്തിരിക്കുന്ന മക്കളിലേക്ക് ഇപ്പോൾ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. Praise the Lord. Praise the Lord. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ സർവ്വ ആകുലതകളും, ഉത്തരം കിട്ടാത്ത എല്ലാ വേദനകളും, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും, കുടുംബ പ്രശ്നങ്ങളും, പഠനത്തോട് ബന്ധപ്പെട്ട് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളുടെ എല്ലാ സങ്കടങ്ങളും, രോഗികളായ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള സർവ്വ പ്രാർത്ഥനകളും ഇപ്പോൾ കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവരാം. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരുടെ മേൽ, സർവ്വ മക്കളുടെ മേലും ദൈവം കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുലിഖിതം കർത്താവ് വിശുദ്ധ ലിഖിതം അരുളി ചെയ്യുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. 2 കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവേ, യേശുവേ എന്ന് വിളിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി ആദരം തുറന്ന് യേശുവിന്റെ നാമത്തെ വിളിച്ച് ദൈവമക്കൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബങ്ങളിലേക്ക് കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ ശരീരത്തിന് അത്ഭുത ശക്തി വ്യാപരിച്ച് അങ്ങയുടെ മക്കളുടെ കണ്ണുനീരിലേക്ക് ദൈവശക്തി ഇടപെടുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ, ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണ് എൻ്റെ ആശ.